ഇതാണ് നമുക്ക് കിട്ടുന്ന ഫുൾ പ്രോപ്പർട്ടിയുടെ വ്യൂ. പ്രഭാതം നമ്മുടെ വ്യൂ കാണണ്ടേ. നോക്കിക്കേ, വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ ഇതല്ലേ. ഇവിടെ വന്ന് താമസിച്ചതിൻ്റെ ഏറ്റവും വലിയ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് രാവിലെ ഇറങ്ങി നിന്നാൽ ഈ കാണുന്ന ഈ കാഴ്ച, എവിടെ പോയാലും ഏത് ഡെസ്റ്റിനേഷൻ പോയാലും അതിരാവിലെ നമ്മൾ എഴുന്നേറ്റ് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിരിക്കും. പുള്ളിക്കാരെ വിളിച്ചിട്ട് വരാം, വിളിക്കാൻ പോകണം, രാവിലെ പോകണമെന്ന് പറഞ്ഞു. ഇവിടെ ഒരാൾ കിടപ്പുണ്ടല്ലോ. ഗൗരി, ബീച്ചിൽ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കിടക്കാണോ? വാ, എനിക്ക് ചായ കേട്ടോ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇതാണോടാ കുളിക്കുന്നേ? ഇവിടെ കിടന്നാണോ കുളിക്കുന്നേ? എഴുന്നേറ്റ് പോടാ ബീച്ചിൽ. എന്തിയേ ചേട്ടായി, എന്തി ചായ ഇടുന്നുണ്ടോ? വെരി ഗുഡ്. ബിമലിൻ്റെ ആത്മാർത്ഥമാണ്. രാവിലെ എഴുന്നേറ്റ് ഇത് അറിഞ്ഞില്ലോ. എന്നാൽ ഞാനവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഓർമ്മ എടുത്തോട്ടെ. വാ, ഒരു ചായയും കൊണ്ട് നമുക്ക് വെളിയിൽ പോയിരുന്ന് കഴിക്കാം. ഇന്നലെ ആഗ്രഹിച്ചൊരു കാര്യം. ഇന്നലെ ചായ ഇടുന്നതിൻ്റെ തിരക്കിൽ അത് പറ്റിയില്ല. അപ്പോൾ കൂട്ടൻ രാവിലെ ബബിൾസ് കൊണ്ടൊക്കെയാണ് ഇവിടെ ഇരിക്കുക. ഇവിടെ ഇരുന്നൊരു ചായയൊക്കെ കുടിച്ചില്ലേ പിന്നെ എന്താല്ലേ. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the... ഒന്ന് രണ്ട് റിസ്കുകളുണ്ട്. വിശ്വാസത്തിൻ്റെ കാറിൻ്റെ സൈഡിൽ കിടക്കുന്നുണ്ട്. ഒരു 2 അടിയുടെ മാറി ആ ചില്ല് പോയ തെങ്ങാ മുഴുവൻ. ഇതിൻ്റെ ഇടയ്ക്കാകുമ്പോൾ കാറിടുന്നേ. അപ്പം അങ്ങനെ റിസ്ക് ഉണ്ട്. രാവിലെ ആയിട്ട് ഓടുന്ന ഇവരെ എക്സസൈസ് ഭയങ്കരമാണ്. നമുക്കൊന്ന് ഫ്രണ്ടിൽ പോയി ബീച്ച് കണ്ടിട്ട് വരാം. വാട്ടറാണോ ക്യാറ്റ് യോഗ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം ആരും ഇല്ല, അതായത് ഒരാളും താമസിക്കുന്നില്ല. സിനിമകളിലൊക്കെ നമ്മൾ കാണാറുള്ള ഒരു മനോഹര ഗ്രാമക്കാഴ്ചയില്ലേ, സൂര്യൻ ഇങ്ങനെ പൊട്ടി വിടർന്നു വരുമ്പോൾ ഒരു മരച്ചോട്ടിൽ കുറേ ആളുകൾ ചുറ്റും ഇരുന്ന് വർത്താനം പറയുന്നൊരു കാഴ്ച, അത് നമുക്കിവിടെയും കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ താമസിച്ച വില്ലയുടെ മുൻവശമാണ് ഇത്. നല്ല വിശാലമായൊരു കടപ്പുറമാണ്. അതിൻ്റെ ആ കളറും ഒക്കെ കണ്ടു. ഇന്നലെ ഞങ്ങൾ പോയപ്പം ഡോൾഫിനെയൊക്കെ കണ്ടായിരുന്നു. അവിടെ വലയിട്ടിട്ടുണ്ടാകും. അപ്പം അങ്ങ് കാണാം. ഒരു 2 മണിക്കൂർ എടുക്കുമായിരിക്കും അല്ലേ? 2 മണിക്കൂർ കുറഞ്ഞേ എടുക്കും. എൻ്റെ കൂടെ ഇവിടെ ഒരു ചേട്ടനുണ്ട്, നാട്ടുകാരനാണ്. ചേട്ടൻ പറയാം, നമ്മുടെ നെയ്മീനില്ലേ, നമുക്കവിടെ 1000 രൂപ ഏകദേശം ഇപ്പം കിലോയ്ക്കുണ്ട്. ഇന്നലെ ഇവിടെ ഫ്രഷ് സാധനം പിടയ്ക്കുന്ന സാധനത്തിന് 1000 രൂപയായിരുന്നു. അത് ഈ വലയ്ക്കകത്ത് തന്നെ കിട്ടുന്നതാണോ? അവിടെ എല്ലാത്തിനും കിട്ടും ആണോ? ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് വരുമ്പം അവിടെ മീൻ പിടിക്കുന്ന വല കയറി ഇന്നലെ ഉണ്ടായിരുന്നു. ഇവിടെ ഈ ക്രിസ്മസിൻ്റെ എന്തെങ്കിലും പരിപാടി ധാരാളമായിട്ട് നിങ്ങളുടെ നാട്ടുകാരുടെ ഭയങ്കര ആഘോഷം ആണോ? എത്ര എന്നാ 25-നാണോ? അത് 24-ന് 25 ജൂനിയർ വരെ എവിടെയാണ് ഏറ്റവും കൂടുതൽ? ക്ലിപ്പിൻ്റെ അവിടെ.
ഭയങ്കര ജനമാണ്. ആണോ? വൈറ്റ് പ്ലേസ്. വെയിൽ കൂടുന്നു. ഫോട്ടോ സെക്ഷനുള്ള സമയമായി. ഇത് കണ്ടില്ലല്ലേ നിങ്ങളെ? ഇതാണ് നമ്മൾ താമസിച്ചത്. ഒരു വില്ലയാണ്, എൻ്റെ വില്ല. മുടിഞ്ഞ വൈബാണ്. ഈ പുറത്തൊക്കെ വന്നിരുന്ന് കാറ്റും കൊണ്ട് കടലും കണ്ട് ഇവിടെ ഇരിക്കാം. ഇവിടെ തന്നെ ഉപയോഗിക്കണം. റിലാക്സ് ചെയ്ത് ഇവിടെ തന്നെ ഇരുന്ന് ആസ്വദിക്കണം. ഒരു 15 പേർക്ക് താമസിക്കാം. ഇത്രയുണ്ട്. കടലിന് മുന്നിൽ, അല്ല കടൽ മുന്നിൽ. ഇത് നമ്മുടെ കയറുന്ന മുറി. കയറുന്ന മുറിക്കകത്ത് ഇത്രയും സജ്ജീകരണമാണ്. ഓക്കെ, ഇതിൻ്റെ 2 സൈഡിൽ 2 മുറി ഇവിടെയുണ്ട്. നമ്മുടെ ഞങ്ങൾ താമസിച്ചു ഇവിടെ. നോക്കിയാൽ ബീച്ച് കാണാം. ഓക്കെ, ഇതാണ് മുറി. ഒരു വലിയ ബെഡുണ്ട്. പിന്നെ ടവൽസ് ഇവിടെ. ഇത് ബാത്റൂമൊക്കെ കുഴപ്പമില്ല. ഇനി ഇതിൻ്റെ പുറയിൽ 2 മുറി ഇവിടെ ഉണ്ട്. പുറത്ത് ഔട്ട്ഡോർ ഇത്രയും സാധനങ്ങളുണ്ട്. ഇല്ലില്ല, കഴിച്ചില്ല. പിന്നെ ഈ ഊഞ്ഞാല് കാര്യങ്ങൾ ഇവിടെ കിടന്ന് ആടി കടലും കണ്ട് ഇങ്ങനെ കിടക്കാം. കേട്ടോ, കിട്ടില്ലേ? അപ്പോൾ നാട്ടോ റിലാക്സ് ചെയ്ത് കിടക്കാം. ലൈറ്റൊക്കെ ഉണ്ട്. വീട്ടിൽ പാർട്ടിയൊക്കെ നടത്താം. പിന്നെ കുറേ നമ്മുടെ ഈ ചെയർ വളരെ വിവാദമായ ചെയറാണ്. അശോക ചെയർ, അമേരിക്കയിലൊക്കെ ആ സാധനം ഇവിടെയുണ്ട്. ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ വന്നാൽ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ടൈപ്പ് നമുക്ക് ഇരിക്കുകയൊക്കെ ചെയ്യാം. വർത്തമാനം പറഞ്ഞൊക്കെ ഇവിടെ ഇരിക്കാം. ശരിക്കും പ്രോപ്പർട്ടി കുറേ ടൈം നമ്മളിവിടെ യൂട്ടിലൈസ് ചെയ്യണം. ഇതൊരു മുറിയാണ്. ഇവിടെ ഒരു ഡോർമെട്രി ഉണ്ട്. ഇവിടെ ഒരു മുറി, അതുപോലെ ഓപ്പോസിറ്റ് സെയിം മുറി. പിന്നെ ഈ നടുക്കത്തെ മുറിയിലായിരിക്കും കെയർ ടേക്കർ. ഓക്കെ, പിന്നെ നമുക്ക് കിച്ചണുണ്ട്. കിച്ചണിൽ ഫ്രിഡ്ജ്, ഗ്യാസ്, എല്ലാ കാര്യങ്ങളുണ്ട്. ഓക്കെ, നമ്മളിവിടെ നിന്ന് കുക്ക് ചെയ്തിരുന്നു. ഇന്നലത്തെ വീഡിയോക്കകത്തുണ്ടല്ലോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. കിൻഡർ ഗാർഡൻ പിള്ളേരല്ല അവിടെ. കിൻഡർ ഗാർഡൻ സെക്ഷൻ, കിഡ്സ് സെക്ഷൻ, കൂടെ ടീച്ചറും ഉണ്ട്. ഇതിനാക്കിയാ ആഹാ, ഗ്രീൻ പീസ്, സാമ്പാർ. ഇതെന്നാടാ? ഇതെന്നാ സാധനം? അത് മുട്ടക്കറി. ഓഹോ, ഇടിയപ്പം. അയ്യോ, കഴിച്ചോ? അതിനാ വട കഴിക്കുന്നു പറഞ്ഞ്? എന്നാൽ ദോശ തരട്ടെ? ബിരിയാണി? ശരി, ബിരിയാണി കഴിക്കല്ലേ? ആ, അങ്ങനെയൊന്നുമില്ല. കടലിൻ്റെയൊക്കെ കളർ കണ്ടോ? നമ്മൾ കേരളത്തിൽ ഇത്രയും ഈ കളറിൽ നമ്മൾ കടൽ അങ്ങനെ കണ്ടിട്ടില്ല. ഡോൾഫിനും ഒക്കെ വരുന്നതാണ്. ഇന്നലെ നമ്മൾ ഡോൾഫിൻ കണ്ടു. ഇതാണ് നമുക്ക് കിട്ടുന്ന ഫുൾ പ്രോപ്പർട്ടിയുടെ വ്യൂ. ഈ പറമ്പിൻ്റെ നടുക്ക് ഈ വില്ല.
തെങ്ങും തോപ്പാണ് മൊത്തം. കാറിടുമ്പോൾ ഇച്ചിരി റിസ്ക് ഉണ്ട്. രാവിലെ തേങ്ങ താഴെ കിടപ്പുണ്ടായിരുന്നു. എൻ്റെ വില്ല നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോൾ 36,000 രൂപ ടാക്സ് ഉൾപ്പെടെ. പക്ഷേ നമ്മൾ നേരിട്ട് ബുക്ക് ചെയ്യുകയാണെങ്കിൽ 30,000 കിട്ടും. $30,000 വർത്താണോയെന്ന് ചോദിച്ചാൽ വർത്താണ്. പക്ഷേ 1-2 കാര്യങ്ങൾ നമുക്ക് സ്പെസിഫൈ ചെയ്യാതെ പോകാൻ പറ്റില്ല. നമ്മളിത് എൻ്റർ വില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ എൻ്റർ വില്ല എന്ന് പറയുമ്പോൾ നമ്മൾ സാറിന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് നമ്മൾ മാത്രം ഉള്ളൂ എന്നാണ്. എങ്ങനെ ഉണ്ടായിരുന്നു സ്റ്റേ? നല്ലായിരുന്നു? അകത്തെ കാര്യങ്ങളൊക്കെ, ബെഡ്, ടോയ്ലറ്റൊക്കെ ഒരു നോർമൽ അല്ലേ? നോർമൽ. 30,000 കൊടുത്തിട്ട് വരുമ്പോൾ ഒരു പ്രീമിയം കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത്രയും കാര്യങ്ങളില്ല. അതാണ് ഇതിൻ്റെ അകത്തൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്. ഒരു കാര്യം, അകത്തേക്ക് റൂമുകൾ ചെറുതാട്ടോ. ഒരു ബെഡ് കിടക്കാനുള്ള സ്ഥലം മാത്രം, ഒരു ഡബിൾ ബെഡൊക്കെ കിടക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. അതിൽ തന്നെ 2 മുറിക്കകത്ത് വലിയ ബെഡും മറ്റ് 2 മുറിക്കകത്ത് സാധാ ഡബിൾ ബെഡും. അപ്പോൾ അതിലൊരു 2 പേർക്ക് അല്ല 3 പേർക്ക് കിടക്കാം. മറ്റേതിൻ്റെ അകത്ത് അപ്പനും അമ്മയ്ക്കും 2 കുട്ടികൾക്കും കിടക്കാൻ പറ്റും. ഞങ്ങൾ 4 പേരുള്ളവരൊക്കെ ആ വലിയ മുറിയല്ല വലിയ ബെഡുള്ള എടുത്തു. പിന്നെ അതിൻ്റെ അപ്പുറം ഡോർമെട്രി ഉണ്ട്. ഡോർമെട്രിയിലാണെങ്കിലും 6 പേർക്ക് കിടക്കാം. അതാണ് നടുക്കത്തെ മുറി. അതിൻ്റെ നടുക്കൊരു മുറിയുണ്ട്. ഈ 2 മുറികളെയും ബന്ധിപ്പിക്കുന്ന അവിടെയാണ് കെയർ ടേക്കർ കിടക്കുന്നത്. അപ്പോൾ അതാണ് നമുക്കൊരു ഇച്ചിരി ഇൻകൺവീനിയൻ്റ് ആയിട്ട് തോന്നിയൊരു കാര്യം. കാരണം എൻ്റെ വില്ല നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഐഡിയ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പക്ഷേ ഈ നടുക്കത്തെ റൂം തന്നെ പുള്ളി ഒക്കുപ്പൈ ചെയ്യുമ്പോഴത്തേന് നമുക്ക് നൈറ്റ് ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാനൊരു മാനസിക ബുദ്ധിമുട്ട്. വേറെ ഇഷ്യൂസൊന്നുമില്ല. പുള്ളി വളരെ കാര്യങ്ങളൊക്കെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. പുറത്ത് അടിപൊളിയായിട്ടോ. നമുക്ക് എൻജോയ് ചെയ്യാൻ, നൈറ്റ് ആയാലും ഡേ ടൈം ആണെങ്കിലും നമുക്കിവിടെ ആവശ്യം എൻജോയ് ചെയ്യാം. കണ്ടോ, വേറെ ആരും നമ്മളെ ശല്യപ്പെടുത്തത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മളിവിടുന്ന് മൂവ് ചെയ്യാം. ഇനി ഫോട്ടോ സെക്ഷൻ എല്ലാം കഴിഞ്ഞാൽ നമുക്ക് മൂവ് ചെയ്യാം. അടിപൊളി ട്രിപ്പായിരുന്നു. ശരിക്കും എൻജോയ് ചെയ്തു. ഇവിടെ നൈറ്റൊക്കെ ഞങ്ങളൊരു 1 മണി 2 മണി വരെ ഇവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് സീയൊക്കെ കാണാറുണ്ട്. ലൊക്കേഷൻ വൈസ് അടിപൊളിയാണ്. നമ്മൾ കൊടുക്കുന്നത് പുറത്താണ് കേട്ടോ. ഇത് നമ്മുടെ ഗ്രൂപ്പ് ആരൊക്കെയാണെന്ന് നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന നമ്മുടെ ജിസ് ഫാമിലി അല്ലേ? കാണാമല്ലോ അല്ലേ? എനിക്ക് ശരിക്കും കാണാൻ. ഓക്കെ, ബാസ്വതി മോള്, ബിമൽ തൊപ്പി വെച്ചത്, ബിമലിൻ്റെ ബ്രദറ് ബിശ്വാസേട്ടൻ, വൈഫ്, മോളെന്ത് ചെയ്യും? യെസ്, ഇവിടെ ഉണ്ടേ. പിന്നെ ആരാ? ഇവനെ അറിയാമല്ലോ, ജിസിൻ്റെ ഇളയ പുത്രൻ. പിന്നെ എൻ്റെ മൂത്ത മോള്. ഓക്കെ, അപ്പോൾ ഞങ്ങളിവിടെ അടിച്ച് പൊളിച്ചു അല്ലേ? അടിച്ച് പൊളിച്ചോ? അയ്യോ, ഉന്മേഷമില്ലല്ലോ. We rise like tall buildings as the chemicals they take us higher. കഴിക്കാതെ ഇവിടെയൊക്കെ നല്ല ലോക്കൽ വണ്ടിയല്ല, ലോക്കൽ ഹോട്ടലുകളുണ്ട്. നല്ല ഫുഡും ഒക്കെയാണ് ഇവിടെ വന്നാൽ. ഈ ടൗൺ അവിടെ നിന്നൊരു 1/2 കിലോമീറ്റർ ഇങ്ങോട്ട് വന്നാൽ കിട്ടും. അവിടെ ചായക്കടയുണ്ട്. തുറക്കാണി, കുരക്കണ്ണി. നമ്മൾ താമസിച്ച വില്ലയിൽ നിന്ന് 1/2 കിലോമീറ്റർ ദൂരമാണ് ഇങ്ങോട്ട്. ഇവിടെ വന്നാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയത്. വില്ലയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുന്ന വഴി മൺറോഡ് തീർത്തും കൂടി ഞങ്ങൾ സന്ദർശിച്ചിരുന്നു.